സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് വേരിയബിൾസ് എന്താണെന്നാണ്. പിന്നെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന റൂൾസ്, പിന്നെ നെയിമിംഗ് കൺവെൻഷൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ വേരിയബിൾസ് എന്താ ചെറിയ ഡെഫിനിഷൻ പറഞ്ഞിട്ട് പോവാം. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ വേരിയബിൾസ് എന്ന് വെച്ചാൽ. നമുക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ നമ്പർ ആവട്ടെ, ആ സ്റ്റോർ ചെയ്യണമെങ്കിൽ വേരിയബിൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേരിയബിളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ പേര് ഉപയോഗിച്ച് നമുക്ക് അത് ആക്സസ് ചെയ്യാം. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മെമ്മറി ലൊക്കേഷൻ പേര് കൊടുക്കുകയാണ്. എക്സാമ്പിൾ നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ഇപ്പം മെമ്മറി ലൊക്കേഷൻ 0x എന്തോ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് ഓർത്തെക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പകരം നമ്മളൊരു വേറെ എ എന്ന് കൊടുത്ത് പേര് ചെയ്യാൻ എ എന്ന് കൊടുത്തിട്ട് അതിൽ സ്റ്റോർ ചെയ്ത്, അപ്പോൾ എ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, എൻ്റെ മെമ്മറി അഡ്രസ്സാണ്. അപ്പോൾ ഞാൻ അതിൽ വാല്യൂ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ആ മെമ്മറി അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾ എന്ന് വെച്ചാൽ എന്താ, രണ്ട് ഡെഫിനേഷൻ നമുക്ക് പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേരിയബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. രണ്ടാമത്തെ വേരിയബിൾ എന്ന് വെച്ചാൽ നമ്മൾ മെമ്മറി ലൊക്കേഷൻ പേര് കൊടുക്കുന്നതാണ് വേരിയബിൾ. അപ്പോൾ ഏത് സെൻറ്റൻസ് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് വേരിയബിൾസ്. ഓക്കെ, നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്താലോ. അപ്പോൾ നമ്മൾ VS Code ഓപ്പൺ ചെയ്യണം. അപ്പോൾ മെയിനിൻ്റെ ഉള്ളിലാണ് അടിക്കാൻ പോകുന്നത്. റസ്റ്റിൽ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഒരു കീവേഡ് ഉപയോഗിക്കണം, അതാണ് ലെറ്റ്. ഓക്കെ, ലെറ്റ്. പിന്നെ വേരിയബിളിൻ്റെ നെയിം നമുക്ക് ഇഷ്ടം പേര് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നെയിം എന്ന് കൊടുക്കുകയാണ്. അതിനി ഈക്വൽ ടു എന്ത് കൊടുക്കണം, നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ കൊടുക്കുക സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ ഞാൻ ജാക്കിനെ സ്റ്റോർ ചെയ്ത് അതിൻ്റെ എൻഡിങ്ങിൽ സെമിക്കോളൻ ഇടാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അല്ലെ എറർ അറിയും. ഓക്കെ, ഞങ്ങൾക്കിത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചാൽ. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്, ലെറ്റ് വേരിയബിൾ നെയിം ഈക്വൽ ടു പിന്നെ നമ്മുടെ ഡാറ്റ. ഇത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയാണ്. പ്രിൻറ്റ് ln എക്സ്ക്ലമേഷൻ, ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇടണം. നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്തില്ല, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നമ്പേഴ്സിൻ്റെ നെയിം നോക്കണം, വേരിയബിളിൻ്റെ പേര്. ഓക്കെ, സെമിക്കോളൻ ലാസ്റ്റ് പ്രിൻറ്റ് ചെയ്യാം. നമുക്ക് കണ്ട, അപ്പോൾ വേരിയബിൾ പ്രിൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും പ്രിൻറ്റ് ചെയ്യലും. ഓക്കെ, ഈ നമുക്ക് നമ്പർ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ഇപ്പോൾ സ്ട്രിങ്ങിൽ സ്റ്റോർ ചെയ്ത് നമ്പർ ചെയ്ത് വെക്കാം. പിന്നെ ഒരു ഏജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്, ഒരു 23 എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് നമ്പറിന് വേണ്ടി നോക്കാം. നിങ്ങൾക്ക് കീവേഡ് ഞാൻ പറഞ്ഞുതരാം. കർസർ വെക്കണം. ഓക്കെ, കോപ്പി ചെയ്യേണ്ടത് ഷിഫ്റ്റും ഓൾട്ടും നോക്കിയിട്ട് നമ്മുടെ ആരോ കീ ഇല്ലേ, അത് ഡൗൺലോഡ് താഴ്ത്തണം. ഇതിനൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഏജ് എന്ന് കൊടുക്കാൻ പ്രിൻറ്റ് ചെയ്യാം. ഏജ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ട വാല്യൂസ് കൊടുക്കാം. പിന്നെ നമ്മൾ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് നിങ്ങൾക്ക് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ കോപൈലറ്റ് സെർച്ച് ചെയ്യുക. കോപൈലറ്റ് അത് നിങ്ങൾ ഇതുണ്ട്, ഇവിടെ പോയിട്ട് അടിയിലോട്ട് പോവുക. കോപൈലറ്റ് സ്പെല്ലിങ് കറക്റ്റ് നോക്കണം കേട്ടോ, തെറ്റാൻ വരില്ല. കോപ്പയായിട്ട് അത് നിങ്ങൾ അടിയിലിട്ട് പോവാം. സ്കോറാണ് ഇതുണ്ട്, ഈ സാധനം കണ്ട് കോപ്പയായിട്ട് എനേബിൾ ഈ സാധനമാണ്. ഇത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇത് ഫോൾസ് ആക്കിക്കണം കേട്ടോ. എൻ്റെ ഫോൾസ് ആക്കുന്നത് വെച്ചാൽ ഇത് ഓൺ ആണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ കാണിക്കും. ഇത് ബാക്കി ഇത് ചെയ്യാമെന്ന് പറഞ്ഞൊരു നമുക്ക്. അപ്പം അത് പഠിക്കുന്ന സമയത്ത് നല്ലതല്ല. ഇത് പഠിക്കുമ്പോൾ ഇപ്പോൾ റെക്കമെൻഡേഷൻ പഠിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ റോ ആയിട്ട് പഠിക്കുന്നത് നല്ലത്. അപ്പോൾ അത് ഓഫ് ചെയ്തേക്ക്, ക്ലോസ് ചെയ്തോ. ഇനി വേരിയബിൾ ക്രിയേറ്റ് റൂൾസിൻ്റെ കുറച്ച്, എങ്ങനെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം റൂൾസ് കുറച്ച് പഠിക്കണം. അപ്പോൾ നമുക്ക് ആ റൂൾസ് ഇട്ട് പോവാം. ഓക്കെ, വേരിയബിളിൻ്റെ പേര്, ഫസ്റ്റത്തെ പേരാണ് റൂൾസ്. വേരിയബിൾ പേര് നിങ്ങൾ സ്റ്റാർട്ടിങ് നിങ്ങൾ അണ്ടർസ്കോർ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. നെയിം ഈസ് ഈക്വൽ ടു ജാക്ക്. ഓക്കെ, ഇനി പ്രിൻ്റ് കാണിച്ചു തരാം. പ്രിൻ്റ് ln ഞാൻ അണ്ടർസ്കോർ നെയിം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, പ്രിൻ്റ് കാണിച്ചു തരാം. വർക്ക് ചെയ്ത്, പക്ഷേ എനിക്കത് വേറെ കൊടുക്കാൻ പറ്റില്ല. എക്സാം ഇവിടെ എൻ്റെ നമ്പർ എടുത്ത് ചോദിച്ചോ, നമ്പർ എടുത്ത് വർക്ക് ഇല്ല. ഇവിടെ കാണിച്ചു തരാം, വർക്ക് ചെയ്യില്ല. വേറെ വന്ന് നിങ്ങൾ റൺ ചെയ്യുന്ന ആവശ്യമില്ലെങ്കിൽ എറർ കാണിക്കേണ്ടത്. ഇവിടെ ഈ ചുമന്ന കാണിക്കുന്നത് എററാണ്. അപ്പോൾ ഇവിടെ എറർ ഉണ്ട്. അപ്പോൾ ഞാൻ സൂം ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എറർ കാണാൻ പറ്റും കൂടെ. ഓക്കെ, ഇത് വർക്ക് ചെയ്യും. നമ്പർ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ സിമ്പിൾസ് കൊടുക്കാൻ ചോദിച്ചോ, നടക്കില്ല. ഹാഷ് എന്തിലാട്ടെ $sign കൊടുക്കാം. ഹാഷ് $sign കൊടുത്തു, എറർ വരും. കണ്ട, റൺ നോക്കുമ്പോൾ എറർ കാണിക്കും. അപ്പോൾ നിങ്ങൾ നെയിം ഷുഡ് ബി സ്റ്റാർട്ട്, വേരിയബിൾ നെയിം ടു സ്റ്റാർട്ട് വിത്ത് ലെറ്റർ, അപ്പർ കേസോ ലോ കേസോ അത് പ്രശ്നമില്ല. പിന്നെ അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേറെ സിമ്പിൾസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഒൺലി സിമ്പിൾ വി ക്യാൻ യൂസ് അണ്ടർസ്കോർ. പിന്നെ മൈനസ് വേറൊരു സിമ്പിൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഏത് ഉപയോഗിച്ചാലും എറർ കാണിക്കും. പിന്നെ വേരിയബിൾ ലെറ്റർ വെച്ച് വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലെ, അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ച്. പിന്നെ നിങ്ങൾക്ക് ക്യാബിൻ, പിന്നെ ഒരു കാര്യം, നമ്മുടെ റസ്റ്റ് കേസ് സെൻസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എന്താ, എക്സാമ്പിൾ ഞാനൊരു ക്രിയേറ്റ് ചെയ്യാം.
ഒരു സിമ്പിളായിട്ട് എ എന്ന് വേരിയബിൾ ചെയ്യാം. എ ഈസ് ഈക്വൽ ടു 10. ഓക്കെ, ലെറ്റ് ബി അല്ലേ ക്യാപിറ്റൽ കൊടുക്കുക. ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു 30. ഇനി ഇത് പ്രിൻറ്റ് ചെയ്യാം. എല്ലാം ഓക്കെ, അത് എ ക്യാപിറ്റൽ എ. ഓക്കെ, ഞാൻ പ്രിൻറ്റ് ചെയ്ത് ചെയ്യാൻ. ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടു നോക്ക്, ഈ രണ്ടും സെയിം ആണോ? ഓക്കെ, നിങ്ങൾ നോക്ക്, രണ്ടും സെയിം ആണോ? ഈ എയും ഈ എ സെയിം ആണോ? അല്ല. റസ്റ്റിൽ ഈ രണ്ട് ഡിഫറെൻറ്റ്. ഇവിടെ കാണിച്ചു തരാം. അത് രണ്ടേയും ഡിഫറെൻ്റ് ആണ്. ക്യാപിറ്റൽ കേസ് എന്ന് വെച്ചാൽ എന്താ, സ്മോൾ എയും ക്യാപിറ്റൽ എയും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ സ്മോൾ എ സ്റ്റോർ ചെയ്ത് 10, ഇത് ക്യാപിറ്റലിൽ സ്റ്റോർ ചെയ്ത് രണ്ട് ലൊക്കേഷനാണ്, മെമ്മറി ലൊക്കേഷനാണ്. ഇപ്പോൾ 10 വേറെ എവിടെ സ്റ്റോർ ചെയ്ത് 30 വേറെ സ്റ്റോർ ചെയ്ത്. അതാണ് കേസ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എയും സ്മോൾ എയും രണ്ടും ഡിഫറെൻറ്റ് വേരിയബിളാണ്. ഓക്കെ, അതാണ് കേസ് സെൻസിറ്റീവ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ പ്രിൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഓട്ടോമാറ്റിക് സാധാരണ ഇങ്ങനെ ഇത് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് ബ്രാക്കറ്റ് കറലി ബ്രേസസ് ഒക്കെ ഇട്ടിട്ട് വേരിയബിളിൻ്റെ നെയിം കൊടുക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത് ഈസി വേ ഉണ്ട്. ഇത് ഞാനിതൊരു സ്നിഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പ്രിൻ്ററിനെ അടിച്ചിട്ട് വേറെ എൻ്റർ തന്നെ എനിക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വരും. ഇതിങ്ങനെ അത് ഞാൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആശം വരും. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ സ്നിഫിറ്റ്സ് എൻ്റെ എടുക്കണം. ഓക്കെ, ഇങ്ങനെ ഏത് പ്രോഗ്രാമിൻ്റെ റസ്റ്റിന് അടിക്കുകയാണോ അത് എൻ്റർ ആക്കുവാണ്. ഇത് കമൻറ്റായി കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇതിങ്ങനെ കമൻറ്റായും കിടക്കുന്നത്, ഇങ്ങനെ കമൻറ്റായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ തൊട്ട് ഇവിടെ സെലക്ട് ചെയ്യണം, അൺകമൻറ്റ് ചെയ്യണം. ഓക്കെ, അൺകമൻറ്റ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഇത് കോപ്പി അടിച്ചോ. ഇത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കത് ഞാൻ എൻ്റെ രണ്ടെണ്ണം കേട്ടിട്ടുണ്ട്. നിങ്ങൾ നേരെ ഉണ്ട് പേസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ പ്രിൻറ്റ് കൺസോൾ അവിടെ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് പേസ്റ്റ് ചെയ്തോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അതിന് എന്ത് ചെയ്യും, എനിക്ക് പ്രിൻ്റ് എല്ലാം കൊടുത്ത് എൻ്റർ വെക്കുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ എനിക്ക് രണ്ട് വേരിയബിൾസ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് LN 2 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യേണ്ട, അത് ഉപയോഗിക്കാം. 3 ലെറ്റർ ക്രിയേറ്റ് ചെയ്യാം. വേരിയബിൾസ് റസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഏതാണെന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ ലോവർ കേസിൽ ഏതാണ് പറയുന്നത്. ഇതിൽ എഴുതുമ്പോൾ പ്രശ്നമില്ല, ഒരു വാണിംഗ് കഴിക്കുന്നത് റെക്കമെൻഡ് ആണ്. റസ്റ്റിൻ്റെ ഒരു റെക്കമെൻഡേഷൻ. റസ്റ്റ് പറയുന്നത് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ വേരിയബിൾസ് ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതേണ്ടത്, നിങ്ങൾ സ്മോൾ ലെറ്ററിന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ ഇതിലും നിങ്ങൾക്ക് പ്രിൻ്റ് എല്ലാം ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നെയിമിംഗ് റൂൾസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നെയിമിംഗ് കൺവെൻഷനാണ്. വാട്ട് നെയിമിംഗ് കൺവെൻഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പേര് കൊടുക്കുന്ന രീതി, വേരിയബിൾസ് എങ്ങനെ പേര് കൊടുക്കണം. അപ്പം 3 രീതിയിൽ നമുക്ക് വേരിയബിൾസ് പേര് കൊടുക്കാം. ഓക്കെ, നേരത്തെ റൂൾസാണ്, ഇതൊരു രീതിയാണ്, സ്റ്റൈല്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ക്യാമൽ കേസാണ്. അപ്പോൾ ക്യാമൽ കേസ് എന്തുട്ടാ, അപ്പോൾ ക്യാമൽ കേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലെറ്റർ. ഇപ്പോൾ എക്സാമ്പിൾ കൊടുക്കണം സ്നേക്ക് മാൻ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, സ്നേക്ക് സെക്കൻഡ് വേർഡ് ഒറ്റ വേർഡായിട്ട് അടിക്കുകയാണെങ്കിൽ മാൻ. ഇതാണ് നമ്മുടെ ക്യാമൽ കേസ്. ഓക്കെ, ക്യാമൽ കേസിൽ എന്താ, നമ്മുടെ ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായി സ്മോൾ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വേരിയബിൾ നമ്മുടെ ഈ വേരിയബിളിൻ്റെ ഫസ്റ്റ് വേർഡ് ഉണ്ടായി, ഫസ്റ്റ് സ്നേക്ക് എന്നൊരു വേർഡാണ്. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കും. പിന്നെ സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. വേറെ വേർഡ് വേണ്ടിയില്ല, ആൻഡ് മാൻ ബോയ് എന്ന് അടിക്കാം. ബോയ് അടിക്കുമ്പോൾ ബിയും ക്യാപിറ്റലായിരിക്കും. ബാക്കി ഏത് വേർഡ് വന്നാലും ഫസ്റ്റ് ലെറ്റർ ഒഴിച്ച്, ഫസ്റ്റത്തെ വേർഡിൻ്റെ ലെറ്റർ ഒഴിച്ച് ബാക്കി എല്ലാം വേർഡിൻ്റെ ലെറ്ററിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. അതാണ് നമ്മുടെ ക്യാമൽ കേസ്. ഓക്കെ, നെക്സ്റ്റ് പാർഷ്യൽ കേസ് ഒന്നുമില്ല. നിങ്ങളുടെ സെയിം ക്യാമൽ കേസ് പോലെ തന്നെയാണ്. ഫസ്റ്റ് വേർഡിൻ്റെ ലെറ്ററും ക്യാപിറ്റലായിരിക്കും. ഓക്കെ, ഓർക്കുകയാണ് സ്നേക്ക് മാൻ സെയിം ബോയ്. ഒരു വ്യത്യാസമുള്ളൂ, എന്ത്, നമ്മുടെ ഫസ്റ്റ് വേർഡിൻ്റെ ലെറ്റർ ക്യാപിറ്റലായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ പാർഷ്യൽ കേസ്. നെക്സ്റ്റ് എന്താണ് സ്നേക്ക് കേസ്. ഓക്കെ, സ്നേക്ക് കേസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് പേര് മനസ്സിലായില്ല, ക്യാപിറ്റൽ ഇനി സ്മോൾ ആയിരിക്കും. ഇപ്പോൾ സ്മോൾ കേസ് എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ അടിക്കുവേ, സ്നേക്ക് മാൻ ബോയ്. ഓക്കെ, ഇങ്ങനെ അടിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, നിങ്ങൾ ഇങ്ങനെ അടിക്കുമില്ലേ, ഒരു വേർഡ് കഴിഞ്ഞിട്ട് അണ്ടർസ്കോർ കൊടുക്കും, പിന്നെ സെക്കൻഡ് വേർഡ് അണ്ടർസ്കോർ കൊടുക്കും, ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ. ഓക്കെ, ഇതാണ് സ്നേക്ക് കേസ്. ഓക്കെ, സ്നേക്ക് കേസ് എന്താ, അണ്ടർസ്കോർ കൊടുക്കുമ്പോൾ ഓരോ വേർഡ് ചെയ്യുമ്പോൾ എല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കും, പിന്നെ എല്ലാം വേർഡ് ചെയ്യുമ്പോൾ ഒരു സ്പേസ് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ക്യാമൽ കേസ് തൊട്ടാൽ ക്യാമൽ കേസിൽ നമ്മുടെ ഫസ്റ്റ് വേർഡ് വെച്ച് ബാക്കി എല്ലാ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. പാർഷ്യൽ കേസിൽ എല്ലാ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും,
സ്നേക്ക് കേസിൽ എല്ലാ ലെറ്റർ സ്മോൾ ലെറ്റർ ആണ്, പിന്നെ എല്ലാ വേർഡ്സിൻ്റെ ഇടയിൽ ഒരു അണ്ടർസ്കോർ ഉണ്ടാവും. ഇതാണ് നമ്മുടെ നെയിമിംഗ് കൺവെൻഷൻസ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് കീവേഡ്സ്. അപ്പോൾ കീവേഡ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കീവേഡ്സ് ഒന്നുമില്ല, ഒരു പ്രീ ഡിഫൈൻഡ് വേർഡ്സ്. എക്സാമ്പിൾ നിങ്ങളുടെ FN, ഈ ലെറ്റ് ഒരു കീവേഡാണ്, ആസ് ഒരു കീവേഡാണ്, പിന്നെ കോൺസ്റ്റ് കീവേഡാണ്. കീവേഡ്സ് നമുക്ക് കുറേ പഠിക്കുമ്പോൾ അറിഞ്ഞത് കീവേഡ്സ് എന്ന് വെച്ചാൽ ഒരു പ്രീ ഡിഫൈൻഡ് തിങ് എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടാക്കി വെച്ചൊക്കെ ഒരാൾ നേരത്തെ ഉണ്ടാക്കി വെച്ചൊക്കെ എന്താണ്. കാരണം എനിക്ക് ഞാൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്, എനിക്ക് എൻ്റെ വേരിയബിളിൻ്റെ പേര് ഒരിക്കലും ലെറ്റിന് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും നമ്മുടെ കീവേഡ്സ് നമുക്ക് വേരിയബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല റസ്റ്റിൽ. ഓക്കെ, ഇപ്പോൾ FN ഉണ്ട്, FN ഉപയോഗിക്കാൻ പറ്റില്ല. മെയിൻ ഉപയോഗിക്കാം, അതൊരു കീവേഡല്ല, മെയിൻ ഫംഗ്ഷൻ്റെ പേരാണ്. FN ഉപയോഗിക്കാൻ പറ്റില്ല, ആസ് ഉപയോഗിക്കാം, ഇതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എൻ്റെ വേരിയബിൾ ഇതിൻ്റെ വേറെ ആഡ് ചെയ്യും. അങ്ങനെയല്ല ഒറ്റക്ക് അതിനകത്ത് ഇടാൻ പറ്റില്ല. ഇപ്പോൾ ലെറ്റിന് മാത്രം ഉപയോഗിക്കാം, ലെറ്റ് മാൻ ഉപയോഗിക്കാൻ പ്രശ്നമില്ല, പക്ഷേ ലെറ്റിന് മാത്രം ഇടാൻ പറ്റില്ല. എൻ്റെ കീവേഡ്സ് എന്നുള്ള ഒരു റിസർവ് വേർഡാണ്. നമ്മൾ വേരിയബിൾ നമുക്കത് വേരിയബിളിൻ്റെ പേരായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. కాబట్టి keywords are reserved word that has specific meaning to the language they are used to define the keywords. നമ്മളൊരു സ്പെഷ്യൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ. ഇപ്പോൾ കാണാൻ ഒരു കുറേ കീവേഡ്സ് ഉണ്ട് ഇങ്ങനത്തെ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഇതൊക്കെ എല്ലാം ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, കുറേ കീവേഡ്സ് ഉണ്ട്. ഇതൊക്കെ ഒരു റിസർവ് ചെയ്ത് വെക്കാം അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ഇത് നമുക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് അറിയാം എൻ്റെ കീവേഡ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ഞാൻ പറയാം ഡാറ്റ ടൈപ്സ് എന്താണെന്ന്. ടിൽ ദെൻ ബൈ.